അതിന്റെ വരെ ക്ലിപ്പിംഗ് നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കാൻ ഒരുക്കമാണ്, നിങ്ങളിവിടെ കാണിച്ചത് വരെ സഹോദരന്മാരെ. അപ്പോ അത് മുജാഹിദുകൾ തന്നെ ഒരു മുഖാമുഖം ഞങ്ങൾ ഇനി സംഘടിപ്പിക്കുകയില്ല. സംഘടിപ്പിച്ചാൽ എങ്ങനെയാ ഉണ്ടാവുക? അത് ഈ അടുത്ത് നടന്നതുപോലെ ഒരു ചോദ്യം പിന്നീട് ഒരു ഉപചോദ്യം അവിടെ അവസാനിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ മുജാഹിദുകളോട് വീണ്ടും ആവശ്യപ്പെടുകയാണ്, ഞങ്ങളിതാ ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് എത്രയെങ്കിലും ചോദിക്കാം, എത്ര വേണമെങ്കിലും ചോദിക്കാം. ഇനി ആ പരിപാടിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തവണ ഇവിടെ മൗലവി നടത്തിയ പരിപാടി, ഈ പരിപാടിയിൽ എന്തായിരുന്നു ഇവിടെ നടന്ന വിഷയം എന്നതിനെ പറ്റിയൊന്നും ചർച്ചയില്ല. മൂപ്പര് എവിടെ പോയാലും അവതരിപ്പിക്കുന്ന ഒരു മേറ്റർ ഉണ്ട്. ഇവിടെ വന്ന നമ്മളെ വിദ്വാൻ അയാൾ എവിടെ പോയാലും അവതരിപ്പിക്കുന്ന ഒരു മേറ്റർ ഉണ്ട്. ആ മേറ്റർ ഇവിടെ അവതരിപ്പിച്ചതാണ്. എത്രത്തോളം അറിയോ? കഴിഞ്ഞ തവണ ഇയാൾ സുദ്ദീഖ് മൗലിദ് വരെ ഇവിടെ കാണിക്കുകയുണ്ടായി. എന്നാൽ കഴിഞ്ഞ നമ്മുടെ മുഖാമുഖത്തിൽ തന്നെ ഞാൻ സുദ്ദീഖ് മൗലിദുമായി ബന്ധപ്പെട്ട വിഷയം പറയുകയും ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ആ വിഷയത്തിൽ നടത്തിയ ഭാഗങ്ങൾ ഇവിടെ കാണിക്കുകയും ചെയ്തതാണ്. അല്ല മുജാഹിദുകളെ, നിങ്ങൾക്ക് ആ CD എങ്കിലും ഒന്ന് കൊണ്ടുപോയി കൊടുത്തുകൂടായിരുന്നോ നിങ്ങൾ കൊണ്ടുവന്ന മൗലവിക്ക്? അതിന് മറുപടി വരെ പറഞ്ഞു പോയ വിഷയമാണ്. എന്നിട്ട് ആ ക്ലിപ്പിംഗും ഇവിടെ വന്നുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നു ഇവിടെ വന്ന വിദ്വാൻ. നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾക്ക് ഈ കേസൊക്കെ ഒന്ന് കൊണ്ടുപോയി കൊടുത്തുകൂടായിരുന്നോ? കഴിഞ്ഞ നമ്മുടെ പരിപാടിയിൽ എന്തായിരുന്നു നടന്നത് എന്ന് ഞങ്ങൾ ആരും വിലക്കിയിട്ടില്ലല്ലോ. നിങ്ങൾക്ക് പരിസരത്ത് എവിടെന്നെങ്കിലും ഈ പരിപാടി റെക്കോർഡ് ചെയ്യാമല്ലോ. അങ്ങനെ റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് മൗലവിക്ക് കൊണ്ടുപോയി കൊടുക്കാമല്ലോ. എന്തിനു നിങ്ങൾ മൗലവി എന്തെങ്കിലും പറഞ്ഞ് പിരിഞ്ഞു പോകുന്ന ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കണമെന്ന് പ്രത്യേകിച്ചും ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇദ്ദേഹം ഇവിടെ പറഞ്ഞ വിഷയങ്ങളിൽ ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങള് അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ സ്വാലിഹീങ്ങളിൽ ആരെയും ആക്ഷേപിക്കുന്ന ആളുകളല്ല, അധിക്ഷേപിക്കുന്ന ആളുകളല്ല. ഞങ്ങൾ അങ്ങനെ ആക്ഷേപിക്കാറില്ല. ഞങ്ങൾ അള്ളാഹുവിന്റെ യഥാർത്ഥ ഔലിയാക്കളെ അംഗീകരിക്കുന്ന ഉൾക്കൊള്ളുന്ന ആളുകളാണ്. ഞങ്ങൾ എന്നിട്ട് അംഗീകരിക്കാതിരിക്കുന്നത് ആരെയാണ്? ഡ്യൂപ്ലിക്കേറ്റാണ് ഞങ്ങൾ അംഗീകരിക്കാതിരിക്കുന്നത്. അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇയാൾ എന്താ അവതരിപ്പിച്ച പിന്നീടുള്ള വിഷയം? CM വലിയുള്ളാഹി തങ്ങൾ നോമ്പിന് ഭക്ഷണം കഴിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ക്ലിപ്പിംഗ് ഇവിടെ പ്രദർശിപ്പിക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം നമ്മൾ നിസ്കരിക്കുന്നത് പരസ്യമായി ചിലപ്പോൾ കണ്ടുകൊള്ളണമെന്നില്ല, മജ്ദൂബാണ് എന്ന് പറയുന്ന ഭാഗം, ആ ഭാഗം ഇവിടെ പ്രദർശിപ്പിക്കുകയുണ്ടായി. മൗലവി, ആ പറഞ്ഞതിൽ തന്നെ നിങ്ങൾക്ക് മറുപടിയില്ലേ? ആ പറഞ്ഞതിൽ തന്നെ മറുപടിയില്ലേ? ജദ്ബിന്റെ ഹാല്, ബുദ്ധിഭ്രമം സംഭവിക്കുന്ന അവസ്ഥ ഒരു മനുഷ്യന് വന്നാൽ അപ്പോൾ പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നോമ്പ് നിർബന്ധമില്ലല്ലോ. നോമ്പ് നിർബന്ധമില്ലല്ലോ. കിതാബുകളിലൊക്കെ രേഖപ്പെട്ട് കിടക്കുന്ന വിഷയമാണ്. അതുപോലെ ബഹുമാനപ്പെട്ട വേങ്ങര കോയപ്പാപ്പ ബഹുമാനപ്പെട്ടവരുടെ ഒരു പ്രവർത്തനം ഇവിടെ ഉദ്ധരിക്കുകയുണ്ടായി. ജദ്ബിന്റെ ഹാൽ മജ്ദൂബായി പലപ്പോഴും അറിയപ്പെട്ട മഹാനവറുകൾ തന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച ആ വിഷയം, അതിന്റെ വിശദീകരണവും വസ്തുതയും എന്താണ് എന്ന് യഥാർത്ഥത്തിൽ നമ്മൾ അറിയുകയില്ല, നമുക്ക് മനസ്സിലാവുകയില്ല. അതിന്റെ പേരിൽ ഒരു മഹാനായി അറിയപ്പെട്ട മനുഷ്യനെ നമ്മൾ എങ്ങനെയാണ് ആക്ഷേപിക്കുക? നമ്മൾ എങ്ങനെയാണ് അധിക്ഷേപിക്കുക? വേണമെങ്കിൽ മൗലവിക്ക് അദ്ദേഹത്തോട് വിശദീകരണം ചോദിക്കാമായിരുന്നു മൗലവിമാരായ ആളുകൾ. അല്ലാതെ അദ്ദേഹത്തെ എങ്ങനെയാണ് നമ്മൾ ആക്ഷേപിക്കുന്നത്, എങ്ങനെയാണ് ചോദ്യം ചെയ്യുന്നത്? കാരണം അദ്ദേഹം ഒരു മജ്ദൂബായ ഒരു വലിയാണ് എന്ന്, മഹാനാണ് എന്ന് വിശ്വാസികൾ ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെ നിങ്ങൾ എങ്ങനെയാണ് പിന്നെ ചോദ്യം ചെയ്യുന്നത്? വേണമെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തോട് നേരിട്ട് ചോദിക്കാമെന്നതല്ലാതെ പരസ്യമായി അദ്ദേഹത്തെ അധിക്ഷേപിച്ചുകൊണ്ട് ചോദ്യം ചെയ്യുന്ന പ്രവണത അത് എവിടെ നിന്ന് ലഭിച്ചതാണ്? അത് ഏത് ന്യായീകരണ പ്രകാരമാണ്? അപ്പൊ മൗലവി ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞിട്ട് അവതരിപ്പിച്ച വിഷയങ്ങൾപ്പെട്ട ഇതാണ്. പക്ഷേ അയാൾ പറഞ്ഞതിൽ തന്നെ അതിന് മറുപടിയുണ്ട്. എന്നാൽ ഈ മുജാഹിദ് മൗലവിമാര് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ സ്വാലിഹീങ്ങളിൽ അവരിൽ യഥാർത്ഥ ആളുകൾ എന്ന് മൗലവിമാര് പറയുന്നവരെ തന്നെ അംഗീകരിക്കാറുണ്ടോ, ഉൾക്കൊള്ളാറുണ്ടോ? ഇല്ല എന്നതിന്റെ എത്രയോ തെളിവുകൾ കഴിഞ്ഞ തവണ നമ്മൾ ഇവിടെ ഉദ്ധരിച്ചതാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് നുബുവത്തിന് ശേഷവും ഒരു സാധാരണ പച്ചയായ മനുഷ്യനാണ് എന്ന് മൗലവിമാര് പ്രസംഗിക്കുകയുണ്ടായി. ഞാൻ എന്റെ ഭാഗ്യം ഇവിടെ കഴിഞ്ഞ തവണ ഇവിടെ പ്രദർശിപ്പിക്കുകയുണ്ടായി. നിങ്ങളെല്ലാവരും കണ്ടുപോയ ആളുകളാണ്, കഴിഞ്ഞ പരിപാടിയിൽ പങ്കെടുത്ത ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഡ്യൂപ്ലിക്കേറ്റ് ആണോ മൗലവിമാരെ? നബി തങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ആണോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബി തങ്ങളുടെ അസാധാരണത്വം നിങ്ങൾ അംഗീകരിക്കുന്നില്ലല്ലോ. സാധാരണ പച്ചയായ മനുഷ്യൻ എന്ന് മൗലവിമാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പ്രയോഗിക്കുകയാണ്.
എന്നാൽ ഉമർ മൗലവിയെ പറ്റി മുജാഹിദുകൾ എഴുതി എന്താണെന്നറിയോ? ഉമർ മൗലവി ഒരിക്കലും ഒരു നബിയായിട്ടില്ലല്ലോ, ഉറപ്പനാണല്ലോ. ഉമർ മൗലവി നബിയായിട്ടില്ല എന്ന് ഉറപ്പാണ്, നബിയായിട്ടില്ല എന്നുള്ള ഉറപ്പാണ്. എന്നാൽ നബി ആകാതെ തന്നെ ഉമർ മൗലവി ആരായിരുന്നു? അസാധാരണ മനുഷ്യനായിരുന്നു എന്നാണ് ആരെഴുതിയത്? മുജാഹിദുകൾ എഴുതിയത്. ആരെപ്പറ്റി? ഉമർ മൗലവിയെ പറ്റി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ നബി ആയിട്ട് തന്നെയും സാധാരണ പച്ചയായ മനുഷ്യനാണ് എന്നാണ്. അത് നിങ്ങൾ കേട്ടതാണ്. കഴിഞ്ഞ പരിപാടിയിൽ പങ്കെടുക്കാത്ത ആളുകൾ ഉണ്ടാവും, അവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി കേൾപ്പിച്ചു തരാം മൗലവി പറയുന്നത്. എന്നിട്ടോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഹിറാ ഗുഹയിൽ ധ്യാനനിരതരായ സമയത്ത് നുബുവത്തിന്റെ മുമ്പ് കേവലം ഒരു മയമാക്കയായിരുന്നു എന്ന് മൗലവിമാര് പ്രസംഗിക്കുകയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പ് മൂസാക്കയായിരുന്നു. എത്ര ലാഘവത്തോടു കൂടിയാണ് മൗലവിമാരുടെ പ്രയോഗങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സിന് മുമ്പ് അവിടുന്ന് കേവലം ഒരു സാധാരണ അറബി പയ്യനായിരുന്നു. മൗലവിമാരുടെ പ്രഭാഷണമാണ്, അത് നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ. രാത്രി ഇരുട്ടത്ത് ഗുഹയിൽ ഭജനമിരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മയമാക്ക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മയമാക്ക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മയമാക്ക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മയമാക്ക. മൂസാ നബിയല്ല, മൂസാക്ക. ആരാണ്? മൂസ സാഹിബ്. നബി മൂസാ നബിയല്ല, മൂസാക്ക. ആരാണ്? മൂസ സാഹിബ്. മൂസാ നബിയല്ല, മൂസാക്ക. ആരാണ്? മൂസ സാഹിബ്. കാരണക്കാരനായ ഒരു പച്ചയായ മനുഷ്യനാണ്, പച്ചയായ ഒരു മനുഷ്യൻ. ആമിനയുടെയും അബ്ദുള്ളയുടെയും മകനായി ജനിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പച്ചയായ മനുഷ്യനായി ജനിച്ച്, മനുഷ്യനായി വളർന്ന്, മനുഷ്യനായി പ്രവർത്തിച്ച്, മനുഷ്യനായി ചിന്തിച്ച്, മനുഷ്യനായി മരിച്ച മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ 40 വയസ്സ് വരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യൻ, അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യൻ, അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ. അപ്പൊ നിങ്ങൾ കേട്ടല്ലോ, ഇത് ഞാൻ കഴിഞ്ഞ തവണ ഇവിടെ കാണിച്ചതാണ്, എന്നാലും ഒന്നുകൂടി ശ്രദ്ധയിൽ ഒക്കെ എടുത്തു വെച്ചതാണ്. സഹോദരന്മാരെ, ഇത് ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്ത് എന്ന് പറയുന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ ഉമർ മൗലവിയെ പറ്റി പറയുന്നത് എന്താണ്? അസാധാരണ വ്യക്തിത്വത്തിന്റെ സവിശേഷത പഠന വിധേയമാക്കേണ്ടതാണ്. ഉമർ മൗലവി അസാധാരണ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. അതിന്റെ സവിശേഷത നമ്മൾ പഠന വിധേയമാക്കുക കൂടി ചെയ്യണമെന്നാണ്. അപ്പോ അത്രയും വലിയ മഹാനാണെന്ന്. നബിതങ്ങളോ നബിയായിട്ട് പോലും സാധാരണ പച്ചയായ മനുഷ്യനാണ്. നബിതങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് അല്ലല്ലോ. എന്നിട്ട് നിങ്ങൾ ആക്ഷേപിച്ചോ? നബിതങ്ങളെ നിങ്ങൾ തിരസ്കരിച്ചോ? അവിടുത്തെ അസാധാരണത്തെ തള്ളിയോ? മുജാഹിദുകളെ നിങ്ങൾ പറയണം, മൗലവിയെ കൊണ്ട് പറയിപ്പിക്കണം, ഇതിനാണ് നിങ്ങൾ മറുപടി പറയേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരം ഒരുപാട് വിഷയങ്ങൾ ഇവിടെ ചർച്ച കഴിഞ്ഞു പോയതാണ്. പക്ഷേ ഒന്നിനും നിങ്ങളുടെ മൗലവിക്ക് ഇവിടെ മറുപടി ഉണ്ടായിട്ടില്ല. ഇനി നിങ്ങൾ നോക്കൂ, ഇതേ മുജാഹിദ് മൗലവിമാര് സാധാരണക്കാരല്ലോ, പാവങ്ങൾ, സാധുക്കളാണ് അവരിപ്പോഴും മൗലവിമാര് പറയുന്നതിൽ വലിയ പ്രമാണങ്ങളുണ്ട് എന്ന് ചിന്തിച്ചു പോകുന്നവരാണ്. അള്ളാഹു അവർക്ക് സൽബുദ്ധി കൊടുക്കുമാറാകട്ടെ. ഞാൻ അവരുടെ മൊല്ലമാരെ, പുരോഹിതന്മാരെയാണ് ഈ പറയുന്നത്. എന്തേ ആ മുജാഹിദുകൾ എഴുതിയില്ലേ സ്വഹാബത്തിനെ സംബന്ധിച്ച്? സ്വഹാബത്ത് ഇസ്ലാമിലെ ചാരന്മാരാണ് എന്ന്. സ്വഹാബത്ത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ മുജാഹിദേ? സ്വഹാബികൾ ഡ്യൂപ്ലിക്കേറ്റ് സ്വഹാബികളെ പറ്റിയാണോ നിങ്ങൾ എഴുതിയത്? അങ്ങനെ ആരെങ്കിലും രംഗത്ത് വന്നിട്ടുണ്ടോ? ഡ്യൂപ്ലിക്കേറ്റ് സ്വഹാബികൾ ഇല്ലല്ലോ. നിങ്ങളുടെ അൽമനാറാണിത്. ഈ അൽമനാറിൽ ഇസ്രായേലി പുരാണേതിഹാസങ്ങൾ ഇസ്ലാമിൽ പ്രചരിച്ചത് എങ്ങനെയെന്ന ആ വിഷയം ചർച്ചക്കെടുക്കുകയാണ്. അങ്ങനെ ചർച്ചക്കെടുത്ത് ഇസ്ലാമിൽ കുറെ ഇസ്രായേലി കള്ളക്കഥകൾ ഉണ്ട് എന്ന് പറയുകയാണ്. ആ കള്ളക്കഥകൾ പ്രചരിക്കാൻ കാരണക്കാരിൽ ഒരാള് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് എന്ന് മുജാഹിദ് മൗലവിമാർ അൽമനാറിൽ രേഖപ്പെടുത്തുകയാണ്. അൽമനാറിൽ എഴുതുകയാണ്. ഈ അൽമനാറിൽ പറയുന്നത് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പള്ളിയിൽ വെള്ളിയാഴ്ച കഥാപ്രസംഗകരായ ആളുകൾക്ക് പള്ളിയുടെ മിമ്പറും മിഹ്റാബും ഒഴിഞ്ഞുകൊടുത്തതിന്റെ പേരിലാണ് ഇസ്രായേലി കള്ളപ്പുരാണങ്ങൾ ഇസ്ലാമിൽ പ്രചരിച്ചത് എന്ന് മൗലവിമാര് അൽമനാറിൽ എഴുതുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കാലം വന്നപ്പോൾ ആഴ്ചയിൽ 2 തവണ അല്ലാഹുവിന്റെ പള്ളിയിൽ വെച്ച് ആളുകളുടെ ഇടയിൽ ഇസ്രായേലി കള്ളക്കഥകൾ പറയാൻ അവസരം നൽകിയതിന്റെ പേരിലാണ് ഇസ്ലാമിൽ കള്ളക്കഥകൾ പ്രചരിച്ചത് എന്ന് എഴുതുകയാണ്. ഓ മുജാഹിദ് സഹോദരങ്ങളെ, ഇത് നിങ്ങളുടെ നേതാക്കളാണ്, മൗലവിമാരാണ്. നിങ്ങളുടെ മൗലവിയായ പി മുഹമ്മദ് കുട്ടശ്ശേരിയാണ് മുജാഹിദുകൾ പിളരുന്നതിന് മുമ്പ് എഴുതിയതാണ്. 1959 ഒക്ടോബർ 5 ഇറങ്ങിയ